ആർക്ക് വേണം മന്ത്രിസ്ഥാനം? ഇപ്പൊ പ്രശ്നം വിശപ്പാണ്. ആ പുലിയുടെ ചൊറി പിടിച്ച വാൽക്കുറ്റിയെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. അതിനാ തീറ്റപ്പണ്ടാരത്തിന്റെ പത്തായം നിറഞ്ഞിട്ട് വേണ്ടേ? പൊട്ട രാജാവ്, വൃത്തികെട്ടവൻ, കാട് പനിക്കാനറിയാത്ത ഞഞ്ഞാപിഞ്ഞ രാജാവ്. അവനെ പേടിച്ച് ജീവിക്കുന്ന കുറെ കഴുതകളും. ഞാനും ഒരു കഴുതയാണെന്നാ അവന്റെ വിചാരം. ഈ ചുണ്ടുവിനെ അവനൊന്നും ശരിക്കറിയില്ല. ഏതായാലും ആ പുലിയെണ്ണൻ തട്ടിപ്പോയല്ലോ. എന്റെ ജീവൻ തിരിച്ചു കിട്ടി. ആശ്വാസം. ഇനി വല്ല എല്ലും തിന്ന് ജീവിക്കാം. ആരാണ്ടോ വരുന്നുണ്ടല്ലോ. നമ്മുടെ കുരങ്ങച്ചനല്ലേ അത്? കിളവൻ. ഇവനൊന്നും വായിലിട്ട് ചവക്കാൻ കൊള്ളില്ല. എന്നാലും വേണ്ടില്ല, ഇവനെ ഇന്ന് പീസ് പീസാക്കിയിട്ട് തന്നെ കാര്യം. വരട്ടെ. പോഹ പോഹ. കുരങ്ങച്ചോ, ഗുണദോഷിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഞാൻ കുരങ്ങച്ചനെ എന്റെ അച്ഛന്റെ സ്ഥാനത്താ കാണുന്നത്. അതുകൊണ്ട് പറയാ, ഈ പുകവലി ആരോഗ്യത്തിന് നന്നല്ല. ഇത് നിർത്തണം. ഇന്നത്തോടു കൂടി ഇത് നിർത്തി. അവന്റെ ഒരു ഒടുക്കത്തെ ബീഡിവലി. അവനെ ഇന്ന് ഞാൻ ശരിയാക്കും. ഇങ്ങോട്ട് വരട്ടെ. നേരിട്ട് ആക്രമിക്കണ്ട. അവനെ പേടിപ്പിച്ച് ബോധം കെടുത്താം. ഈ ചുണ്ടുവിന്റെ പുതിയ നമ്പർ. നീ എന്താടാ ആളെ കുരങ്ങ് കളിപ്പിക്കുക? ലക്ഷണം കെട്ടവൻ. ആളാകെ പേടിച്ചു പോയി. ഹലോ കുരങ്ങച്ച, നമസ്കാരം. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ കുരങ്ങച്ചനെ സ്വകാര്യത്തിലൊന്ന് കാണണമെന്ന് വിചാരിച്ചിട്ട് കുറെ കാലമായി. എന്നെയോ? നിന്നെ തന്നെ. നമ്മൾ തമ്മിൽ ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഉള്ള സത്യം ഞാൻ തുറന്നു പറയാം. ഞാൻ വിശപ്പ് സഹിക്കാൻ കഴിയാതെ നടക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായി. അതില് എന്റെ കയ്യിൽ തിന്നാനൊന്നുമില്ലല്ലോ. ഡിയർ ഫ്രണ്ട്, പറയുന്നത് കൊണ്ട് എന്നോട് വിരോധമൊന്നും തോന്നരുത്. സ്നേഹം കൊണ്ട് പറയുകയാണെന്ന് വിചാരിച്ചാ മതി. ഞാൻ കുരങ്ങച്ചനെ തല്ലിക്കൊന്ന് തിന്നാൻ തീരുമാനിച്ച വിവരം അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. എന്റെ ഇത് തൊട്ടു നോക്ക്. ആ നിമിഷം അടിച്ച് നിന്റെ കിടിഞ്ഞു ഞാൻ കലക്കും. നിന്നെയൊക്കെ പേടിച്ചിരുന്ന കാലം പോയടാ മോനെ. ഈ കുരങ്ങച്ചനോടൊരു തമാശ പറയാനും വയ്യ. ഞാഞ്ഞൂലും പത്തി വിടർത്താൻ തുടങ്ങി. ഇനി രക്ഷയില്ല. മര്യാദക്ക് സ്ഥലം വിട്ടോ, ഇല്ലെങ്കിൽ അറക്കുന്നുണ്ട്. എന്നെ വിട്. നിൽക്കടാ അവിടെ. ഈ വാലും കൊണ്ട് പോടാ. കുരങ്ങച്ചന് ഒരു പുതിയ ആയുധവുമായിട്ടാണല്ലോ വരുന്നത്. എന്റെ ദൈവമോ! അയ്യോ അയ്യോ, ഇതിന്റെ വാലാണല്ലോ. ദുഷ്ടൻ. അവനുമുണ്ടല്ലോ ഒരു വാല്. ബീഡി വലിച്ചാ പോരെ, വാല് പിടിച്ചു വലിക്കണോ? ദുഷ്ടൻ. എല്ലാവർക്കും വിവരം വെച്ച് തുടങ്ങി. ജീവിക്കണമെങ്കിൽ ഇനി വേറെ വല്ല മാർഗവും കാണേണ്ടി വരും. ഞാനിവിടെ ഉണ്ട്. കണ്ടു കിട്ടിയല്ലോ, ആശ്വാസം. എന്റെ പൊന്നുകുട്ട, നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു? ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാമോ? കുട്ട, ഞാൻ ഈ വനത്തിലേക്കൊന്ന് ചുറ്റിക്കറങ്ങുകയായിരുന്നു. എന്തെല്ലാം കാഴ്ചകളാണെന്നറിയാമോ?
വീട്ടിൽ പറയാതെയാണോടാ നിന്റെ കറക്കം? എങ്ങോട്ട് പോവുകയാണെങ്കിലും വീട്ടിൽ പറഞ്ഞേ പുറത്തിറങ്ങാവൂ. നിനക്കെന്തെങ്കിലും സംഭവിച്ചാ എങ്ങനെ അറിയും? ഏതായാലും വാ, വീട്ടിൽ പോവാം. അമ്മ കാത്തിരിക്കുന്നുണ്ടാവും. നിനക്കറിയോ, ഈ വനഭൂമി മുഴുവൻ കയ്യേറി സ്വന്തമാക്കാൻ തക്കം പാർത്ത് നടക്കുന്ന സ്വാർത്ഥന്മാരായ മനുഷ്യന്മാരാ ചുറ്റും. അവരുടെ കണ്ണിലെങ്ങാനും പെട്ടുപോയാൽ അവർ നിന്നെ സൂപ്പാക്കും. ഈ കാട് നമുക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാത്ത ദുഷ്ടന്മാർ. പക്ഷിപ്പനി എന്നും പറഞ്ഞ് മനുഷ്യന്മാരെത്ര കോഴികളെയാ ചുട്ടുകൊല്ലുന്നത്. ദുഷ്ടന്മാർ. കുറുക്കൻ ഇവിടെ വിശന്നു പൊരിയുന്നു. ഒരു കോഴിത്തൂവൽ പോലും കണ്ട കാലം മറന്നു. ഈശ്വര, ഇതെന്തൊരു പരീക്ഷണം! ഹാവൂ, ഞാനങ്ങ് ചത്തു കളഞ്ഞാലോ? എന്താ ആടിന്റെ കരച്ചിലോ? കുട്ടനും മുട്ടനുമല്ല വരുന്നത്. ഓൾഡ് ഈസ് ഗോൾഡ്. മുത്തശ്ശന്റെ ആ പഴയ സൂത്രം തന്നെ പയറ്റാം. അല്ല, മുത്തശ്ശന്റെ ആ സൂത്രം എങ്ങനെയാ പാളിയത്? ആ, പഴയ കാരണവന്മാരുടെ ബുദ്ധിയല്ലേ, എങ്ങനെ പാളാതിരിക്കും? ഈ ചുണ്ടു പുതിയൊരു നമ്പർ കാണിച്ചു തരാം. ഹലോ കുട്ടൻസ് ആൻഡ് മുട്ടൻസ്, ഞാൻ നിങ്ങളെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്താ കാര്യം? ഒരമ്മ പെറ്റതല്ലെങ്കിലും എനിക്ക് നിങ്ങൾ സഹോദരന്മാരാണ്. സന്തോഷം. വാ കുട്ടാ, നമുക്ക് പോകാം. ഇയാൾ ചതിയനാണ്. അല്ല, എനിക്കൊരു സംശയം. നിങ്ങളിൽ ആരാ മൂത്തയാൾ? ഞങ്ങൾ ഇരട്ടകളാണ്. പെരട്ടകൾ? അതെ, അതെനിക്കറിയാം. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നാറുണ്ട്. എങ്കിലും എനിക്കൊരു സംശയം. ആദ്യം ജനിച്ച ആളായിരിക്കുമല്ലോ ജ്യേഷ്ഠൻ. അപ്പോൾ കൂടുതൽ അധികാരം ജ്യേഷ്ഠനായിരിക്കുമല്ലോ. അതാരാണെന്നറിയാൻ ചോദിച്ചതാ. ജ്യേഷ്ഠൻ ഞാൻ തന്നെ. എന്താ സംശയം? പോടാ, നീ എന്നാടാ ജ്യേഷ്ഠനായത്? എനിക്കാണ് നിന്നേക്കാൾ ശക്തിയും ബുദ്ധിയും ഉള്ളത്. അതുകൊണ്ട് ഞാനാണ് ജ്യേഷ്ഠൻ. അയ്യടാ, അതങ്ങ് നാട്ടി പറഞ്ഞാ മതി. നിനക്കൊക്കെ ചേട്ടനാവാൻ വല്ല യോഗ്യതയുണ്ടോ? ഉണ്ടടാ ചൂലെ, യോഗ്യത ഞാൻ കാണിച്ചു തരാം. ഏറ്റു, നമ്പർ ഏറ്റു. ചുണ്ടുവിന്റെ ചൂണ്ടയിൽ രണ്ടാളും കുടുങ്ങി. നിർത്തി. നിങ്ങളിങ്ങനെ മനുഷ്യരെ പോലെ വഴക്കിടാതെ. നാണക്കേട്. നിങ്ങളുടെ തർക്കം ഞാൻ പരിഹരിച്ചു തരാം. ഓക്കേ ഓക്കേ? എങ്ങനെ? അതൊക്കെ ഈ ചുണ്ടുവിന് വെരി ഈസി. എന്തായാലും ജ്യേഷ്ഠന് അനിയനേക്കാൾ ശക്തി ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് നിങ്ങളിൽ ആർക്കാണ് കൂടുതൽ ശക്തിയെന്ന് തെളിയിച്ചാൽ അവനാണ് ജ്യേഷ്ഠൻ. ഓക്കേ? പക്ഷേ അതെങ്ങനെ തെളിയിക്കും? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. തമ്മിൽ ഏറ്റുമുട്ടണം. ഒരാൾ കീഴടങ്ങും വരെ ഏറ്റുമുട്ടണം. കിടിലൻ ഫൈറ്റ്. എങ്ങനെയുണ്ടെന്റെ ബുദ്ധി? ഐ ആം റെഡി. ആ, ഞാനും റെഡി. ഈക്കിരി പയ്യൻ, ഇന്നത്തെ ശാപ്പാട് റെഡി. ചുണ്ടുവിനോടാ കളി. ആ, ഏറ്റുമുട്ടത്തിന് മുമ്പ് ഒരു കാര്യം. വേദനിച്ചാലും ചോര തെറിച്ചാലും പിന്തിരിയരുത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇത് നിസ്സാര പ്രശ്നമല്ല. ജ്യേഷ്ഠൻ എന്ന പദവിയുടെ പ്രശ്നമാണ്. നാട്ടിലെ നീതി ഈ കാട്ടിൽ പാടില്ല. രണ്ടാളും റെഡി? ഓക്കേ? റെഡി? 1, 2, 3. അധികാരത്തിന്റെ അപ്പകഷ്ണം കാണിച്ച് തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാമെന്ന് വിചാരിച്ച മണ്ടൻ കുറുക്ക, നിനക്ക് തെറ്റി. രാഷ്ട്രീയത്തിൽ ആ പഴഞ്ചൻ തന്ത്രം നടക്കും, ഞങ്ങളുടെ അടുത്ത് നടക്കില്ല. കേട്ടോടാ കള്ള കുറുക്ക. ആർക്ക് വേണം അധികാരം? ഞങ്ങൾക്ക് ആടുകളായി തന്നെ ജീവിച്ചാ മതി. ഗുഡ് ബൈ. വാ കുട്ട, നമുക്ക് പോകടാ.